നമസ്കാരം. എല്ലാവർക്കും ജ്യോതിർഗമയ ചാനലിലേക്ക് സ്വാഗതം. കർക്കിടക മാസമായല്ലോ. നമ്മൾ സാധാരണ കർക്കിടക മാസത്തിൽ പത്തിലക്കറി കൂട്ടാറുണ്ട്. അത് എങ്ങനെയാണ് വെക്കുന്നത്? തോരനായിട്ട് വെക്കാം, ഒഴിച്ചുകറിയായിട്ട് വെക്കാം. ഇവിടെ തോരനായിട്ട് വച്ചിരിക്കുന്നത് അത് എങ്ങനെയാണ് വച്ചേക്കണതെന്ന് കാണിക്കാം. അതിൽ 10 കൂട്ടം ഇലകളാണ്. പത്തിലത്തോരന് വേണ്ടി ഇന്ന് നമ്മളിവിടെ എടുത്തിട്ടുള്ള ഇലകൾ മത്ത, കുമ്പളം, ചേന, ചേമ്പ്, കാട്ടുതാള്, ആനച്ചൊറിയന്നം, പയർ, തഴുതാമ, പച്ചച്ചീര, തകര. ഇത്ര ഇലകളാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി വേറെ ഇലകളുണ്ടെങ്കിൽ ഏതെങ്കിലും 10 എടുക്കാം. ഇന്ന് ഇവിടെ എടുത്തേക്കുന്നത് ഈ ഇലകളാണ്. കർക്കിടക മാസത്തിൽ നമ്മൾ മുരിങ്ങയില ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് അത് ഉപയോഗിക്കാറില്ല. വേറെ 10 ഇലകളാണ് എടുക്കാറ്. എല്ലാ ഇലകളുടെയും ഒരുവിധം കൂമ്പയിലയാണെങ്കിൽ സ്വാദ് കൂടും. എല്ലാ ഇലകളും കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ച് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കുക. ആനച്ചൊറിയെണ്ണം പോലുള്ള ഇലകൾ കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ മാത്രമേ അതിലെ പൊടി മുഴുവൻ പോവുകയുള്ളൂ. കഴുകി വൃത്തിയാക്കി വെച്ച ഇലകൾ ഓരോന്നായി നല്ലവണ്ണം അരിഞ്ഞെടുക്കുക. ഇങ്ങനെ ഒരരിച്ചിലരിഞ്ഞിട്ട് നല്ലോണം ചെറുതായി തിരിച്ചു പിടിച്ചൊന്നും കൂടെ ഇരുന്നാൽ മതി. മൂത്ത തണ്ടുകളും ഞരമ്പുകളും ഒഴിവാക്കിയിട്ട് വേണം അരിയാൻ. ഇലകളിലും വളരെ മൂത്ത ഇലകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതധികം മൂത്തിട്ടില്ല, അത് കാരണം കുഴപ്പമില്ല. ഈ തണ്ടേ മൂത്തതാണെങ്കിൽ കളയാം. ചിലർ ഇത് മാത്രം എടുക്കും, ഇല മാത്രമായിട്ട്. ഞാൻ ഇത് മൂത്തതല്ലെങ്കിൽ അതും എടുക്കാറുണ്ട്. ഇപ്പം നമ്മളിവിടെ എല്ലാ ഇലകളും നല്ലവണ്ണം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരിഞ്ഞു വെച്ച ഈ ഇലകളെ കൂടാതെ ഈ പത്തിലത്തോരൻ ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് വറുത്തിടാനുള്ള സാധനങ്ങളാണ് വേണ്ടത്. ഈ പത്തിലത്തോരൻ വറുത്തിടാനായിട്ട് നമുക്ക് ആവശ്യം 1 ടീസ്പൂൺ അരി, 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, അരമുറി തേങ്ങ ചിരകിയത്, 3 പച്ചമുളക്, കുറച്ച് കരിവേപ്പില, 2 വറ്റൽമുളക്, കുറച്ച് കടുക്. ഇതുകൂടാതെ നമുക്ക് ആവശ്യം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലോണം ചൂടായാൽ അതിലേക്ക് കടുക് ഇടുക.
കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച അരി ഇടുക. ഇനി ഇതിലേക്ക് ഉഴുന്നുപരിപ്പിടാം. ഉഴുന്നുപരിപ്പ് നിറം മാറി വരുമ്പോൾ അതിലേക്ക് കരിവേപ്പിലയും മുളകും ഇടുക. കരിവേപ്പിലയും മുളകും നിറം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ഇലകളിട്ട് നല്ലവണ്ണം ഇളക്കുക. ഇലകൾ വാടാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നല്ലവണ്ണം ഇളക്കുക. ഒരു 5 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കുക. ഈ സമയം കൊണ്ട് നേരത്തെ എടുത്തു വെച്ച തേങ്ങയും പച്ചമുളകും മിക്സിയിലിട്ട് ചതച്ചെടുക്കുക. 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കുക. കുറച്ചു നേരം തുറന്നു വെച്ച് വെള്ളം വറ്റിക്കുക. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നേരത്തെ ചതച്ചു വച്ച തേങ്ങയും പച്ചമുളകും ചേർന്ന മിശ്രിതം ചേർത്തിളക്കുക. തേങ്ങയൊന്ന് വാടിയാൽ സ്വാദിനു വേണ്ടി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കുക. സ്റ്റവ് ഓഫ് ചെയ്യുക. സ്വാദിഷ്ടമായ നിറയെ വൈറ്റമിൻസ് ഉള്ള പത്തിലത്തോരൻ റെഡി. ഈ പത്തിലത്തോരൻ ഉണ്ടാക്കുവാനായി നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഇലകൾ ഒന്നുകൂടെ പറയാം. മത്ത, കുമ്പളം, ചേന, ചേമ്പ്, കാട്ടുതാള്, ആനച്ചൊറിയണ്ണം, പയർ, തഴുതാമ, പച്ചച്ചീര, തകര. ഒന്നുകൂടി ഓർക്കുക, മുരിങ്ങയില ഉപയോഗിക്കരുത്. ഇപ്പൊ പത്തിലത്തോരൻ ഉണ്ടാക്കുന്ന വിധം എല്ലാവരും കണ്ടുവല്ലോ. എല്ലാവരും കർക്കിടക മാസത്തിലെ ഒരു ദിവസം, പറ്റുമെങ്കിൽ 30 വെള്ളിയാഴ്ച തന്നെ, ആദ്യം വരുന്ന വെള്ളിയാഴ്ച അത് ഉണ്ടാക്കി കഴിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ എഴുതുക.